ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കള്ളം ഇതാകാം. രാവിലെ അലാറം അടിക്കുമ്പോൾ, പുറം ലോകം മുഴുവൻ ജോലിത്തിരക്കുകളിലേക്ക് ഓടുമ്പോൾ, ആ പുതപ്പിനുള്ളിലെ ചൂടും സുരക്ഷിതത്വവും ഉപേക്ഷിക്കാൻ കഴിയാത്ത ആ അവസ്ഥ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇത് വെറും മടിയാണെന്നാണ്. വീട്ടുകാർ പറയും നമ്മൾ ഉത്തരവാദിത്തമില്ലാത്തവരാണെന്ന്. പക്ഷെ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഉറക്കത്തോടുള്ള ഈ അമിതമായ പ്രണയം വെറുമൊരു ശാരീരിക ആവശ്യമല്ല. അത് നിങ്ങളുടെ മനസ്സിന്റെ ഓരോ അവസ്ഥകളുടെ പ്രതിഫലനമാണ്. നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ആ നിഗൂഢമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കത്തെ പ്രണയിക്കുന്നവരുടെ 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കാം. നിങ്ങളിതിൽ ഏത് വിഭാഗമാണെന്നറിയണ്ടേ? വീഡിയോ മുഴുവൻ കാണുക. അവസാനം നിങ്ങൾ ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. 1. ദ പ്രൊക്രാസ്റ്റിനേറ്റർ. ഇവർക്ക് ഉറക്കമെന്നത് ഒരു വിശ്രമമല്ല, മറിച്ച് ഒരു കവചമാണ്. നിങ്ങൾക്ക് ഒരു വലിയ പ്രോജക്റ്റ് തീർക്കാനുണ്ടാകും, അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷയുണ്ടാകും. ആ സമയത്തായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ഉറക്കം നിങ്ങളെ തേടിവരുന്നത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? മനഃശാസ്ത്രത്തിൽ ഇതിനെ അവോയ്ഡൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങളിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നു. ആ സമ്മർദ്ദത്തെ നേരിടാൻ നിങ്ങളുടെ മനസ്സിന് ഭയമാണ്. അപ്പോൾ തലച്ചോർ ചിന്തിക്കും, ഇപ്പോൾ ഈ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഉറങ്ങുന്നതാണ്. ഉണർന്നു കഴിഞ്ഞു നമുക്കാലോചിക്കാം. ഇവർ മടിയന്മാരല്ല, മറിച്ച് ഡിസിഷൻ ആൻസൈറ്റി ഉള്ളവരാണ്. ഒരു കാര്യം എവിടെ തുടങ്ങണം എന്ന് അറിയാത്തപ്പോൾ, അല്ലെങ്കിൽ ആ ജോലി പരാജയപ്പെടുമോ എന്ന് പേടിയുള്ളപ്പോൾ, മനസ്സ് തളരുകയും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. ഇതിനെ പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നും പറയാം. ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറക്കത്തെ ഒരു ന്യായീകരണമായി ഉപയോഗിക്കുന്ന അവസ്ഥ. 2. ദ ലൂസിഡ് ഡ്രീമർ. ഇവർ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നത് ഉറക്കത്തെ പേടിച്ചിട്ടല്ല, മറിച്ച് സ്വപ്നങ്ങളെ പ്രണയിച്ചിട്ടാണ്. ഇവർക്ക് വളരെ സജീവമായ ഒരു ഭാവനാലോകമുണ്ടാകും. ഇവരുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഉറക്കത്തിലും സജീവമായിരിക്കും. അതുകൊണ്ടുതന്നെ ഇവർ കാണുന്ന സ്വപ്നങ്ങൾ വെറും നിഴലുകളല്ല, മറിച്ച് HD സിനിമകൾ പോലെ വ്യക്തമായിരിക്കും. സ്വപ്നത്തിൽ തനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും ഇവർക്ക് കഴിയുന്നു. ഈ സമാന്തര ലോകം യഥാർത്ഥ ലോകത്തേക്കാൾ മനോഹരമാണെന്ന് ഇവർക്ക് തോന്നും. അതുകൊണ്ടുതന്നെ രാവിലെ ഉണരുമ്പോൾ ആ സ്വപ്നമൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് പോകും. ക്രിയേറ്റീവായ ആളുകളിലാണ് ഈ സ്വഭാവം കൂടുതൽ കണ്ടുവരുന്നത്. 3. സെൻസിറ്റീവ് സോൾ. ഇവർ ഹൈലി സെൻസിറ്റീവ് ആണ്. ഇവർക്ക് ചുറ്റുമുള്ള ലോകം വളരെ വേഗത്തിലും ശബ്ദമുഖരിതമായും തോന്നും. ഇവർ മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ ആവാഹിക്കുന്നവരാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ പോയാലോ, ഒരു പാർട്ടിയിൽ പങ്കെടുത്താലോ ഇവരുടെ എനർജി വേഗത്തിൽ കുറയും. ഇതിനെ സെൻസറി ഓവർലോഡ് എന്ന് വിളിക്കുന്നു. ഇവരുടെ സിസ്റ്റം വീണ്ടും നോർമലാകണമെങ്കിൽ ഏകാന്തതയും ദീർഘനേരത്തെ ഉറക്കവും അത്യാവശ്യമാണ്. ഇവർക്ക് ഉറക്കമെന്നത് ആത്മീയമായ ഒരു റീചാർജിംഗ് പ്രക്രിയയാണ്. മറ്റുള്ളവർ 6 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഇവർക്ക് 9 മണിക്കൂർ വേണ്ടിവരുന്നത് ഇവരുടെ മനസ്സിന്റെ ഘടന കൊണ്ടാണ്. എപ്പോഴും ബെഡിൽ തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയെ ക്ലീനോമേനിയ എന്ന് വിളിക്കുന്നു. ഇതൊരു ഔദ്യോഗിക രോഗമല്ലെങ്കിലും പലരിലും കണ്ടുവരുന്ന ഒന്നാണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴോ മാനസികമായ വിഷമങ്ങളുണ്ടാകുമ്പോഴോ മനുഷ്യൻ ഉറക്കത്തെ ഒരു പ്രതിരോധമാർഗമായി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ആശങ്കകളും താൽക്കാലികമായി നിലയ്ക്കുന്നു. ഇത് തലച്ചോർ സ്വയം നൽകുന്ന ഒരു പെയിൻ കില്ലർ പോലെയാണ്. എന്നാൽ അമിതമായ ഈ ഉറക്കം ഡിപ്രഷനിന്റെ ലക്ഷണമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അതിർവരമ്പുകൾ നമ്മൾ തിരിച്ചറിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് കമന്റ് ചെയ്യുക.